നമ്മൾ നേരത്തെ കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മൃദുലിൻ്റെ വാർത്ത നമ്മൾ പങ്കുവച്ചിരുന്നു. 14 വയസ്സുകാരനാണ്, ഫറോക്ക് സ്വദേശി. ഇപ്പോൾ മൃദുലിൻ്റെ വീട്ടിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വളരെ ദുഃഖാർത്ഥമായിട്ടുള്ളൊരു സാഹചര്യമാണെന്നറിയാം. എന്നാലും അപ്പോഴേക്കും അനീഷ് കേൾക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആ വീട്ടിലത്തെ ഒരു സാഹചര്യം വളരെ പറഞ്ഞറിയിക്കുക പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നുറപ്പാണ്. അവിടെ ആളുകൾക്ക് രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. മൃദുലിന് അന്തിമോപചാരം അർപ്പിക്കാനായി എപ്പോഴേക്കാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ആലോചിച്ചിരിക്കുന്നത്? ഇന്ന് തന്നെയാണോ? എപ്പോഴെത്തിക്കും മൃദുലിൻ്റെ ഭൗതിക ശരീരം? എൽദോ, മൃദുലിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു. ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അങ്ങേറ്റം ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം ഒരു 2 മാസത്തിനുള്ളിൽ 3 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ഈ കാര്യം കൃത്യമായി രോഗം നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. നമ്മുടെ ഒപ്പം അയൽവാസിയും ചെറുകുന്ന സ്കൂളിലെ അധ്യാപനമൊക്കെ മറ്റു കുറച്ച് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും. അതായത് ഇവൻ്റെ വിയോഗത്തിൽ വളരെ പ്രയാസം. നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള കുട്ടിയാണ്. അതായത് വളരെ അടുത്ത മോനാണത്. പക്ഷെ അതേസമയം വെച്ചാൽ ഇവർ തുടക്കത്തിൽ തന്നെ പനിയും, പിന്നെ ആദ്യത്തെ ദിവസം പനിയായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ലക്ഷണങ്ങൾ കണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചിരുന്നത്. പക്ഷെ അവർ മെഡിക്കൽ കോളേജിൽ എത്താനും കൂടുതൽ ചികിത്സ കിട്ടാനും ഒരു 3 ദിവസത്തോളം വൈകി. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു കേസ് ഉണ്ടായത് പിന്നെ ബേബി മോർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവർ അറിയുന്നത്. കുളത്തിൽ കുളിച്ചിരുന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ അമീബിക് മെനിഞ്ചൈറ്റിസുമായി ബന്ധപ്പെടുത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ഏതായാലും അവിടെ എത്തിയതിന് ശേഷം നല്ല ചികിത്സ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പും നല്ല രീതിയിൽ തന്നെ അവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും നടത്തിയിട്ടുണ്ട്. 10 ദിവസത്തോളം ഹോസ്പിറ്റലായിരുന്നു. ഈവൻ വിദേശത്തു നിന്നുള്ള മരുന്ന് വരെ ആരോഗ്യവകുപ്പ് എത്തിക്കുകയും ഇന്നലെ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. അതറിഞ്ഞ പിറ്റേന്ന് തന്നെ വിദേശത്തു നിന്ന് ലീവ് എടുത്തിവിടെ അവർ പെട്ടെന്ന് ലീവ് കൊടുക്കുകയും നാട്ടിലെത്തുകയും കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവനെടുത്തോളം നല്ലൊരു നമ്മുടെ പ്രദേശത്ത് നിന്നും സ്കൂളിലൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു. ഫുട്ബോൾ കളിയിലും വളരെയധികം മികവുപുലർത്തിയ കുട്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഫുട്ബോൾ മാച്ചിൽ പ്രൈസ് നേടുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രയാസമുണ്ട് ഈ വിയോഗത്തിൽ. ഈ ഒരു ഡയഗ്നോസിസ് ആണ് ഏറ്റവും നിർണായകം. അല്ലെ, ഈ പലപ്പോഴും ഈ പനിയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കുട്ടികളുമായി ചെന്നാൽ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞാൽ അല്ലെ ഒരുപക്ഷെ ആദ്യ സ്റ്റേജിൽ. അതെ കറക്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവന് ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് അന്ന് ഒരു ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ ബുധനാഴ്ച ഫുട്ബോൾ കളിച്ച ഹെഡ് ചെയ്തിരുന്നപ്പോൾ തലവേദന അതുമായി ബന്ധപ്പെടുത്തി മാത്രം അവിടെ പറഞ്ഞു എന്നല്ലാതെ, പക്ഷേ പിന്നെ ഈ കുളത്തിൽ കുളിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കൂടുതൽ അതിനെ ബന്ധപ്പെടുത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ രീതിയിൽ ചികിത്സ നടത്തുകയും നമുക്ക് മരുന്ന് കൊടുക്കുകയും കൂടുതൽ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും അറിഞ്ഞതിന് ശേഷം നല്ലൊരു ചികിത്സ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നഗരസഭയും അതേപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഈ അച്ചൻകുളം അവിടെ നിന്നാണ് ഇത് ബാധിച്ചതെന്ന് പറയപ്പെടുന്നത്. അത് ശുചീകരിക്കുകയും ആളുകൾക്കത് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, കൂടുതൽ പകരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ പ്രശ്നം. ഈ ആളുകളൊക്കെ ഒരു ഭയമുണ്ടോ ഈ മേഖലയിൽ? നാട്ടുകാരുടെ ഒരു ഭയം ദൂരീകരിക്കാൻ വേണ്ടി പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ രാമനാട്ടുകര PHCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഒരു യോഗം ഈ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് ആരോഗ്യവകുപ്പ് വളരെ നല്ല രീതിയിലുള്ള ഈ ഭീതി ജനങ്ങളുടെ മനസ്സിലുള്ള ഈ ഭീതി അകറ്റാൻ വേണ്ടി നേതൃത്വപരമായ പങ്കാണ് രാമനാട്ടുകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയത്. കുളം ശുചീകരിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് വിശിഷ്യ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ
ഈ അമീബിക് ജ്വരത്തിന്റെ തീവ്രത അത്രയ്ക്കും കടുത്തതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയുണ്ടായി. ഒരു തരത്തിലും ജീവൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുതന്നെയാണ് കുട്ടിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കുളത്തിൽ കുളിച്ചിരുന്നു എന്ന വിവരം പറയുകയും അത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ പ്രകാരമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇക്കാര്യം അറിയാൻ കഴിയുമായിരുന്നു എന്നാണ് കുടുംബം തന്നെ പറയുന്നത്. എന്തായാലും എല്ലാ സാധ്യമായ ചികിത്സയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നൽകി. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമുണ്ടായി. വിദേശത്ത് നടക്കുമെത്തിച്ച മരുന്ന് ഇന്നലെ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കുട്ടി മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ നീന്തൽ കുളങ്ങളിലും പൊതുകുളങ്ങളിലുമൊക്കെ കുളിക്കുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇത്തരത്തിൽ വലിയ അണുബാധയ്ക്ക് സാധ്യതയില്ല എന്ന് പറയുന്നു. ഒപ്പം ഉപ്പുവെള്ളം അടക്കമുള്ള ഇടങ്ങളിലും ഇവ ബാധിക്കില്ല. കടലിൽ കുളിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും വളരെ കൃത്യമായ ജാഗ്രത ഈ പൊതുജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ പുലർത്തണമെന്ന നിർദ്ദേശം തന്നെ നൽകുന്നു. ഇപ്പോൾ കുട്ടിയുടെ മൃദുലിന്റെ ഭൗതിക ശരീരം വീട്ടിലാണ്, ഫാറൂഖ് കോളേജിന് സമീപമുള്ള വീട്ടിലാണുള്ളത്. വിദേശത്താണ് പിതാവ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു മാസം മുമ്പാണ് പെരുന്നാൾ അവധിക്ക് ശേഷം മടങ്ങിപ്പോയത്. തുടർന്ന് കുട്ടിക്ക് അസുഖം ബാധിച്ചതോടുകൂടി കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും. റൈറ്റ്, അനീഷ് കുമാറാണ് മൃദുലിന്റെ വീട്ടിൽ നിന്നാണ് അനീഷ് കുമാർ പങ്കുചേർന്നത്. അവിടെയുള്ള അയൽക്കാരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അവിടെ ഒരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പോലും ആദ്യമേ ഇതായിരുന്നു ലക്ഷണം എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ഭേദപ്പെട്ട ചികിത്സയിലേക്ക് എത്താമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അവർ. പക്ഷേ എന്താണെങ്കിലും നമുക്ക് ആ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 12 മണിക്ക് സംസ്കാരം നടക്കും. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഇടവേള കൂടി.